ചലഞ്ചറിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഒരായിരം നമസ്കാരം. ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ക്ലാസ് ആയിട്ടല്ല. ഇന്ന് വന്നിരിക്കുന്നത് അതിനേക്കാൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ്. അറിഞ്ഞു കാണും, കഴിഞ്ഞ ദിവസം നമ്മുടെ VFAയുടെ എക്സാം ഡേറ്റ് PSC അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, VFA പരീക്ഷ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അത്യാവശ്യം 10th നിലവാരത്തിലെ ഒരു ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ആ പരീക്ഷയുടെ എക്സാം ഡേറ്റ് മക്കളെ ഔട്ടായിരിക്കുകയാണ്. എന്നാണ് ഈ എക്സാം ഡേറ്റ് എന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ മാസം 19 ആണ്. അപ്പോൾ ഇന്ന് ജൂണാണ്. ജൂൺ കഴിയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ശേഷം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒരു 2-2.5 മാസമാണ് നമ്മൾക്ക് ഇനി പഠിക്കാനായിട്ട് ലഭിക്കുക. സെപ്റ്റംബർ 19 പരീക്ഷ വരുന്നത്. അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ജൂലൈ മാസം 17. ജൂലൈ 17 കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാനത്തെ തീയതി. ഓക്കെ, അപ്പം പരീക്ഷാ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. ജില്ലാ തലങ്ങളായിട്ടാണ് മത്സരമുള്ളത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങി കാസർഗോഡ് വരെ സ്റ്റേറ്റ് വൈഡ് അല്ല, ഡിസ്ട്രിക്റ്റ് വൈസാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. ഓക്കെ, ജില്ലാതല മത്സരങ്ങളായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്നാൽ പ്രിലിമിനറി പരീക്ഷയില്ല. മക്കളെ, പ്രിലിംസ് ഇല്ലാതെ നടക്കുന്ന ഒറ്റ പരീക്ഷയിലൂടെ ജോലി നേടാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് VFA. ഓക്കെ, അതായത് മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ, പ്രിലിമിനറി ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒറ്റ പരീക്ഷയ്ക്ക് വേണ്ടി വൃത്തിയായിട്ട് പഠിച്ചാൽ ജോലിയാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് സ്കെയിൽ ഓഫ് പേ, ഇതിൻ്റെ ശമ്പളം വരുന്നത് 23,700 മുതൽ 52,600 വരെയാണ്. ഓക്കെ, സ്കെയിൽ ഓഫ് പേ 23,700, 52,600. ഓക്കെ, ഏറ്റവും ബേസിക് ആണ് 23,700. ഒക്കെ മക്കളെ, അലവൻസ് ഒക്കെ ആകുമ്പം അതിനേക്കാൾ കൂടുതലാണ്. ഏകദേശം ഒരു 10-30 മേളിലാണ് നമുക്ക് ബേസിക്കായിട്ട് കിട്ടാൻ തുടങ്ങുന്നത്. ഇത് ഏറ്റവും ബേസിക്കായിട്ട് പറയുന്നതാണ്. അലവൻസ് ഒക്കെ വരുമ്പം എന്തായാലും 30-ന് മുകളിലാണ് കിട്ടി തുടങ്ങുന്നത് തന്നെ. ഓക്കെ, നമുക്കിതാ ഇതിൻ്റെ സിലബസ് ഒന്ന് പരിശോധിക്കാം. എന്തെല്ലാം പഠിക്കണം, ഏതെല്ലാമാണ് നമ്മുടെ സ്ട്രോങ് ആക്കേണ്ട മേഖലകൾ, നമുക്ക് ഏതിന് കൂടുതൽ സമയം കണ്ടെത്തണം എന്നൊന്ന് പരിശോധിക്കാം. നോക്കി മക്കളെ, ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ചരിത്രം, അതായത് ഹിസ്റ്ററിക്ക് 5 മാർക്കാണ്. ഹിസ്റ്ററി 5 മാർക്ക്. ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം 5 മാർക്കാണ്. ധനതത്വശാസ്ത്രം അഥവാ എക്കണോമിക്സിന് 5 മാർക്കാണ്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഭരണഘടന 5 മാർക്കാണ്. അപ്പം ഒരു 20 മാർക്കായുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ 5 മാർക്ക് വീതം. പിന്നെ കേരളം, ഭരണ സംവിധാനം, അവിടെയും 5 മാർക്ക്. അപ്പോൾ 25 മാർക്കിൻ്റെ മേഖലയാണ് ചരിത്രം, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ കേരളം, ഭരണ സംവിധാനം. ഓക്കെ, അപ്പോൾ 25 മാർക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നോക്കുമ്പോൾ നിങ്ങളെ ബയോളജിയും പൊതുജന ആരോഗ്യവും കൂടെ 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ബയോളജി പ്ലസ് പൊതുജന ആരോഗ്യം 6 മാർക്കാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഓരോ കാര്യങ്ങളും പഠിക്കാനുണ്ട്. പിന്നെ ഫിസിക്സ്, അതായത് നമ്മുടെ ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, അതേപോലെ കെമിസ്ട്രി 3 മാർക്ക്. അപ്പം മൊത്തത്തിൽ സയൻസ് 6, 3 3 6, മൊത്തം 6 6 12 മാർക്കാണ്. സയൻസ് മൊത്തത്തിൽ മക്കളെ 12 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അതിൽ 6 മാർക്കും ബയോളജിയും പൊതുജനാരോഗ്യമായിരിക്കും. പിന്നെ 3 മാർക്ക് ഫിസിക്സ്, 3 മാർക്ക് കെമിസ്ട്രി. പിന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം, അതിൽ തുടങ്ങി ഒരു 5 മാർക്കാണ് വരുന്നത്. കല, കായികം, സാഹിത്യം, സംസ്കാരം എന്ന മേഖലയിൽ നിന്നും വരുന്നത് ഒരു 5 മാർക്ക്. അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, മക്കളെ ബേസിക്സ് ആണ് കേട്ടോ. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ബേസിക്സ്, അവിടെ നിന്ന് വരുന്നത് ഒരു 3 മാർക്കാണ്, 3 മാർക്ക്. പിന്നീട് സുപ്രധാന നിയമം 5 മാർക്കാണ്. സുപ്രധാന നിയമം 5 മാർക്ക്. ഏറ്റവും സ്ട്രോങ് ആക്കേണ്ട മേഖലയാണ് മക്കളെ കറണ്ട് അഫയേഴ്സ്, 20 മാർക്കാണ് അവിടെ നിന്ന് വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത് കറണ്ട് അഫയേഴ്സിനാണ്, 20 മാർക്ക്. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ പരീക്ഷകളുടെയും എപ്പോഴും സ്ഥിരമായിട്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന 3 മേഖലകൾ. മാത്സ് 10 മാർക്കാണ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇംഗ്ലീഷ് 10 മാർക്കാണ്, മലയാളത്തിന് 10 മാർക്കാണ്. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കി, ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ ഈ ഒരു 4 മേഖലകളൊന്ന് സ്ട്രോങ് ആക്കിയാൽ, ഈ 4 മേഖലകൾ നിങ്ങളൊന്ന് സ്ട്രോങ് ആക്കിയാൽ നിങ്ങൾക്ക് 50 മാർക്കാണ് അഷ്വർ ചെയ്യാൻ പറ്റുന്നത്, ഉറപ്പിക്കാൻ പറ്റുന്നത്. മക്കളെ 20 കറണ്ട് അഫയേഴ്സ്, 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, 10 ഇംഗ്ലീഷ്, 10 മലയാളം, അപ്പോൾ തന്നെ 50 മാർക്കായി. എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ പകുതി മാർക്കായി. ഇത്രയും കണ്ടന്റ് പഠിക്കുന്നതിൽ നിന്നും ഇത്രയും കണ്ടന്റ് പഠിക്കുമ്പം 50 മാർക്കായി.
ഇവിടുന്ന് ഒരു നല്ല വെയിറ്റേജ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. സയൻസ് ഒരു 12 മാർക്കുണ്ട്, വേണമെങ്കിൽ ഒരുമിച്ച് സയൻസിനെ ഫോക്കസ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 25 മാർക്ക് ഇവിടെ, 25 ഇവിടെ, പിന്നെ 5, 30, അങ്ങനെ 35, അങ്ങനെ കണ്ടെത്തി ഏതൊക്കെയാണോ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കേണ്ടത് എന്ന് തോന്നുന്നത് സ്ട്രോങ് ആക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ് മക്കളെ. ഇത് നിങ്ങൾ സെറ്റായതിനു ശേഷം ബാക്കി ഇനി ഉള്ള സമയം കൊണ്ട് എന്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ വെയിറ്റേജ് കൂടുതലുള്ള ഏതൊക്കെ തിരഞ്ഞെടുത്ത് പഠിച്ചാൽ, ഒരുപക്ഷെ കുറച്ച് പേര് കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ആയിരിക്കും, എക്കണോമിക്സ് പിറകിലോട്ടായിരിക്കും. അപ്പോൾ എക്കണോമിക്സിന് 5 മാർക്ക് ഉണ്ടെന്ന് കണ്ടെത്തി പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച എക്കണോമിക്സിലെ ചോദ്യങ്ങളെല്ലാം കണ്ടെത്തി അതിൻ്റെ ഓപ്ഷൻസിൽ ഇനി എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടെത്തി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പം ഇതിനകത്തിൽ എത്ര പഠിച്ചാൽ, എത്ര മാർക്ക് നേടിയാൽ നമുക്ക് ഇനി ലിസ്റ്റിൽ വരാം എന്നൊന്ന് ആലോചിക്കാൻ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ്, അതായത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും നിയമന നിലയും നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷം മക്കളെ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് 82.65 ആയിരുന്നു. അപ്പം ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ചോദിച്ചത് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ്. അപ്പോൾ ഒരു 82 വേണ്ട, ഒരു 85 നിങ്ങൾ 85 മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ എന്തെല്ലാം പഠിക്കണം? ഒരു 80 മാർക്ക്, ഏറ്റവും ചുരുങ്ങിയത് ഒരു 80 മാർക്ക് നമുക്ക് സെറ്റ് ആവണമെങ്കിൽ എന്തെല്ലാം കൃത്യമായിട്ട് പഠിച്ചാൽ പറ്റും എന്ന് നിങ്ങൾ നോക്കി ഇത് നോക്കി വിലയിരുത്തി സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ കഴിയുന്നവരാണെങ്കിൽ ചെയ്യുക. നമുക്ക് വീണ്ടും തുടർന്ന് നോക്കാം മക്കളെ. തിരുവനന്തപുരം 82.65 ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ഇവിടെയായിരുന്നു 82.65. അവിടെ 184 നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അതേപോലെ കൊല്ലം ജില്ല 74 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്. ഓക്കെ, ഏകദേശം 74നോട് ഒരു 8.65 കൂടുതലാണ് തിരുവനന്തപുരത്തിൻ്റെ, അല്ലേ? 74 ആയിരുന്നു കൊല്ലത്തിൻ്റെ, അതിനേക്കാളും ഒരു 8 കൂടെ കൂടുതലാണ് 82.65. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. പക്ഷേ നടന്ന നിയമനങ്ങൾ 121. പത്തനംതിട്ട 70.67 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്. കൊല്ലത്തിനെ അപേക്ഷിച്ച് ഒരു 4 മാർക്ക് കൂടെ കുറവ് മതിയായിരുന്നു. പക്ഷേ അവിടെ ഇതുവരെ നടന്നിട്ടുള്ളത് 86 നിയമനങ്ങൾ മാത്രമാണ്. ആലപ്പുഴയ്ക്കും 70.6 അതും 93 നിയമനങ്ങൾ നടന്നു ഇതുവരെ. കോട്ടയത്തിൻ്റെത് 71.3, ഇതുവരെ 130 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇടുക്കി മക്കളെ 71 ഇവരെ, അതായത് പത്തനംതിട്ടയേക്കാളും ആലപ്പുഴയേക്കാളും കൂടുതൽ കട്ട് ഓഫാണ് ഇടുക്കിക്ക്, എങ്കിലും 55 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. ഓക്കെ, എറണാകുളം മക്കളെ 72 ആയിരുന്നു കട്ട് ഓഫ്, 72. അവിടെ 188 നിയമനങ്ങൾ നടന്നു. അതായത് തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതൽ. തിരുവനന്തപുരത്ത് 82.65 കട്ട് ഓഫ് വെച്ചിട്ടും 184 നിയമനം നടന്നുള്ളൂ. 82നേക്കാൾ 10 മാർക്ക് കുറവ്. 10 മാർക്ക് കുറവാണ് മക്കളെ 72, അല്ലേ? എറണാകുളത്ത് അവിടെ 182നേക്കാൾ 6 നിയമനങ്ങൾ കൂടുതൽ നടക്കുകയും ചെയ്തു എറണാകുളത്ത്. ഓക്കെ, അപ്പോൾ എവിടെ തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഏറ്റവും ബെറ്ററാണിത്. ഓക്കെ, അതേപോലെ തൃശ്ശൂർ മക്കളെ 71.67 അതായിരുന്നു കട്ട് ഓഫ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്ന ജില്ലയാണ് തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് തിരുവനന്തപുരത്തായിരുന്നു, എന്നാൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് തൃശ്ശൂരാണ്. പിന്നെ പാലക്കാട് 71.67, 198. അതായത് തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാലക്കാടാണ് നിയമനങ്ങൾ നടന്നത്. പിന്നെ മലപ്പുറം 72, അവിടെ 192 നിയമനങ്ങൾ നടന്നു. കോഴിക്കോട് 74.67, 127 നിയമനങ്ങൾ നടത്താൻ സാധിച്ചു. വയനാടാണ് മക്കളെ ഏറ്റവും കുറവ്. 34 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ ഇതുവരെ. 69.33 ആയിരുന്നു കട്ട് ഓഫ്. ഓക്കെ, കണ്ണൂർ 74 കട്ട് ഓഫും 171 പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട്. കാസർഗോഡ് 70.67, 81 പേർക്ക് മാത്രമേ ഇതുവരെ നിയമനം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കട്ട് ഓഫും നിയമന നിലയും. അപ്പോൾ ഇത് വിശദമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് എവിടെ വെക്കണം, ഏത് ജില്ലയാണ് നമുക്ക് കൂടുതൽ ചാൻസ് ഉള്ളത്, ഓക്കെ, നമ്മളിനി എത്രത്തോളം പഠിക്കണം, ഏതൊക്കെ മേഖലകൾ ഇനി സ്ട്രോങ് ആക്കണം എന്നതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതേപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ഇതേപോലെയുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ
നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.